പേരക്കുട്ടിയുടെ മൃതദേഹം എങ്കിലും കിട്ടിയാൽ കബറടക്കാമായിരുന്നു എന്ന് ഒരു മുത്തശ്ശി. മകളെയും കുടുംബത്തെയും ഉരുളെടുത്ത ചൂരൽമലയിലെ ദുരന്തഭൂമിയിൽ മകളുടെ വീട് തെരഞ്ഞെത്തിയതായിരുന്നു പുറ്റാട് സ്വദേശിനി ആമിന. വിംസ് ആശുപത്രിയിലെ നഴ്സ് കൂടിയായിരുന്ന മകൾ ഷഫീനയും മരുമകൻ ഉനൈസും അവരുടെ 2 മക്കളുമടക്കം 7 പേരെയാണ് ഈ ദുരന്തം കവർന്നുകൊണ്ടുപോയത്. ഓരോ ആംബുലൻസ് വരുമ്പോഴും മോർച്ചറിയുടെ മുന്നിലേക്ക് താൻ ഓടുകയാണെന്ന് ആമിന പറയുന്നു. വെള്ളാർമല സ്കൂളിന് പിൻവശമാണ്. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ പ്രദേശമാകെ ഉരുളെടുത്ത് പോയിട്ടുണ്ട്. ചെളിയും പാറക്കഷ്ണങ്ങളും ഒക്കെ മാത്രം അവശേഷിക്കുന്നു. പുറ്റാട് നിന്നെത്തിയ ഒരു ഉമ്മയാണ്. ഉമ്മയുടെ മകളെ ഷഫീന വിംസ് ആശുപത്രിയിലെ നഴ്സായിരുന്നു. ഷഫീനെ വിവാഹം കഴിപ്പിച്ചു വിട്ടത് ഇവിടേക്കാണ്. ഉനൈസാണ് ഭർത്താവ്. ഉനൈസ് ചൂരൽമല സ്വദേശിയാണ്. ഉമ്മ എത്തിയത് ആ വീട് നോക്കാനാണ്. അവിടെ ഒന്നുമില്ല, അവിടെ കല്ലുകൾ മാത്രമേ ഉള്ളൂ. മോളുടെ പേര് ഷഫീന, എൻ്റെ പേര് അമീന. എൻ്റെ മകളാണ്. ഇങ്ങോട്ട് കല്യാണം കഴിച്ചതാണ്. 17ാമത്തെ വർഷമാണ് കല്യാണം കഴിച്ചിട്ട്. 2 മക്കളുണ്ട്. മൂത്ത മോള് +1 വിദ്യാർത്ഥിയാണ്. മോൻ 6ാം ക്ലാസ്സിലാണ്. അമീൻ. മോളുടെ പേര് നജ ഫാത്തിമ. പക്ഷേ ഞങ്ങളിവിടെ നിന്ന് കാണാൻ വേണ്ടി അവളമ്മയാണ്. ഞാൻ മനസ്സ് അനുവദിക്കില്ല. എനിക്ക് ഇവിടെ നിന്ന് കാണണം എന്ന് തന്നെ. പക്ഷേ അവിടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് വരാമെന്ന് ഞാൻ ഓർത്തത്. പക്ഷേ ദൈവം എന്നെ ഇവിടെ എത്തിച്ച് ഇന്ന് എൻ്റെ മക്കളെയും കൂടി കൊണ്ടുവന്ന് ഇതാ മോളെ ഫ്രിഡ്ജ് തൊട്ടടുത്തുണ്ട്. അത് കണ്ടപ്പോൾ പൂർണ്ണ വിശ്വാസമായി. എൻ്റെ മോളെ ഫ്രിഡ്ജ് എനിക്ക് കണ്ടാൽ അറിയാം. അവൾ പ്രത്യേക ഫ്രിഡ്ജിമിലൊക്കെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായി ഇത്രയും സ്ഥലത്താണെന്നുള്ളത്. ഇപ്പോഴും ഞാൻ പറയും, ഞങ്ങളെ പൊന്നുമോളെ കിട്ടിയിട്ടില്ല, മോളെ കിട്ടിയിട്ടില്ല. നജ ഫാത്തിമിനെ +1 വിദ്യാർത്ഥി. ഇപ്പോഴും എൻ്റെ സംശയം ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഞങ്ങളെ കരളിൻ്റെ കഷ്ണം കിടക്കുന്നുണ്ടെന്ന് ഞങ്ങൾ അവൻ്റെ ഉമ്മനെയും കിട്ടിയിട്ടില്ല. പിന്നെ ഇവരെ ഫാമിലിയിൽ നിന്ന് 7 പേരാണ് പോയത്. ഇവൻ്റെ അളിയനും പെങ്ങളും, പിന്നെ എൻ്റെ മോളും ഭർത്താവും 2 മക്കളും അവൻ്റെ ഉമ്മയും. പക്ഷേ 5 ആളെ കിട്ടി ഞങ്ങൾക്ക്. ഇങ്ങനെ 2 പേരെ കിട്ടാൻ. വീടിൻ്റെ ഏരിയയാണിത്. ഈ ഫാക്ടറിയിൽ എപ്പോഴും ഞങ്ങൾ വിളിക്കുന്നതാണ്. ഈ ഫാക്ടറിയിൽ പണിയെടുക്കുന്നത് പോയി കാണാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കാണാൻ ഫാക്ടറി അവരെ വീടിൻ്റെ അക്കരായിരുന്നു. ഇപ്പം നിരന്ന് പോയി ഒന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ മോളെ ഫ്രിഡ്ജ് കണ്ടപ്പോൾ എനിക്ക് വേഗം മനസ്സിലായി ഇത് മോളെ ഫ്രിഡ്ജാന്നുള്ളത്. കാരണം നെക്സ്റ്റൊന്ന് വാങ്ങിക്കൊണ്ടൊന്ന് ഒട്ടിച്ചതാണ് ആ കടലാസ് അതിൻ്റെ മുകളിൽ. അങ്ങനെ ആ ഫ്രിഡ്ജ് കണ്ടപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയല്ല, എനിക്ക് എങ്ങനെയൊക്കെയോ ഞാൻ നിൽക്കുകയാണ്. എങ്ങനെയൊക്കെയോ ഏതൊക്കെ വിധത്തിൽ ഞാൻ നിൽക്കുകയാണ്. ഫ്രിഡ്ജ് എങ്ങനെ ഒന്നും കാണിക്കല്ലേ എന്നായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഫ്രിഡ്ജിൻ്റെ നേരെ മുന്നിൽ വന്ന് പെട്ട്. അതാണ് ഞാൻ ആകെ തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇല്ലെങ്കിലും കിട്ടിയെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഒരു കവറുണ്ടെന്ന് ഞങ്ങൾക്ക് പറയായിരുന്നു. അതുവരെ ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾ. രാവും പകലും ഊണുമില്ല, ഉറക്കമില്ല, ഭക്ഷണമില്ല, ഉറക്കില്ല. ഞങ്ങൾക്ക് എങ്ങനെ ഉറങ്ങാനാണ്? ഞങ്ങൾ 6 ദിവസം ഞങ്ങൾ ഇവിടെ ഇരുന്നു. 3 ദിവസം ഹൈസ്കൂളിൽ, 3 ദിവസം ഓഡിറ്റോറിയത്തിലൊക്കെ ഇരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ 2 ദിവസമായി വീട്ടിൽ. രാത്രിയൊക്കെ അങ്ങനെ ഉറങ്ങാതെയൊക്കെ നേരം വിളിക്കോളും. കണ്ണ് തുറക്കുമ്പോൾ കണ്ണടയ്ക്കുമ്പോഴേക്ക് മോർച്ചറിയിൽ അതിന് 6 ദിവസം ഞങ്ങൾ സ്കൂളിലെടുത്ത മോർച്ചറിയിൽ 3 ദിവസം, മറ്റേ ഓഡിറ്റോറിയത്തിലെ മോർച്ചറിയിൽ 3 ദിവസം. പിന്നെ അവിടെ ബോഡിയൊന്നും വരുന്നില്ല, തെരച്ചിൽ നിർത്തി എന്നൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. ഇപ്പോഴും കണ്ണടയ്ക്കുമ്പോഴേക്ക് മരുമോൻ്റെ മക്കളെയൊക്കെ മുഖം ഞങ്ങൾ കണ്ണ് കാണുകയാണ്. DNA ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ DNA ടെസ്റ്റിലൂടെ നമുക്ക് ഇനി തിരിച്ചറിയാൻ പറ്റാത്ത ബോഡികൾ ഉണ്ടെങ്കിൽ നമ്മൾ വിളിക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതും പുത്തുമല കൊണ്ടുപോയി അവര് അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും ഇനി പരാജയപ്പെട്ടു. അവരുടെ മകളുടെ കുടുംബം ഒന്നാകെ പോയതാണ്. ഇനിയും കുട്ടിയടക്കം കിട്ടാനുണ്ട്. മൃതശരീരമെങ്കിലും കിട്ടിയാൽ ഖബറെങ്കിലും ഒരുക്കാം എന്നാണ് ആ ഉമ്മ നിറകണുകളിലൂടെ പറയുന്നത്. ചൂരൽമലയിൽ നിന്നും വിപിൻ പേളിക്കൊപ്പം അലക്സ് റാം മുഹമ്മദ്, 24. ഈ സങ്കടങ്ങളൊക്കെ നമ്മൾ എങ്ങനെ താങ്ങുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.